ദൈവനാമത്തിൻ്റെ മഹത്വം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങൾ. നാം ദൈവത്തെ ആരാധിക്കുവാനും നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെയുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നാം അതൊക്കെ മറന്നുപോയി നമ്മളുടെ എന്തോ കഴിവുകൊണ്ടോ നമ്മളുടെ ഏതോ പ്രൗഢി കൊണ്ടോ ഒക്കെ ദൈവം നമ്മെ സ്നേഹിച്ചുവെന്നും നമ്മളുടെ മിടുക്കുകൊണ്ടും ഒക്കെ ദൈവം നമ്മളെ എവിടെയൊക്കെയോ ആക്കിയെന്നും നമുക്കുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. പക്ഷേ ദൈവവചനം നാം ശ്രദ്ധിച്ചാൽ നാം കാണുന്നത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു ഘോഷയാത്രയാണ്. ഞാൻ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലി കെട്ടിയടച്ചു, എൻ്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു. ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എൻ്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. വെട്ടുകല്ലുകൊണ്ട് അവൻ എൻ്റെ വഴിയടച്ചു, എൻ്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു. അത്ര സുപരിചിതമല്ലാത്ത ഒരു വാക്യമാണ് എന്ന് പറഞ്ഞാൽ വിലാപങ്ങളുടെ പുസ്തകത്തിലെ ഈ വാക്യം ആരും വായിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വളരെ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ പറയുന്ന ഒരു വാക്യമാണ്. വിലാപങ്ങളുടെ പുസ്തകം നാം ശ്രദ്ധിച്ചാൽ കാണുന്ന ഒരു പ്രധാന കാര്യം, ദൈവത്തിൻ്റെ ദാസനായ പുരോഹിതന്റെ മകനായി ജനിച്ചു വളർന്ന യിരെമ്യാവ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, ഗർഭത്തിൽ വെച്ച് തന്നെ ജാതികളുടെ പ്രവാചകനായി ദൈവം അഭിഷേകം ചെയ്തു എന്നാണ്. 1-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ വിളിയും അതുപോലെ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റും കാണാം. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയാണ് ദൈവം നൽകിയത്. പൊളിച്ചു കളയുവാനും പണിയുവാനും ഇടിച്ചു കളയുവാനും പിഴുതു കളയുവാനും നടുവാനും ഒക്കെയുള്ള വളരെ വെർസിറ്റൈലായിട്ടുള്ള വളരെ വ്യത്യസ്തമായ കുറെ ശുശ്രൂഷകളാണ് ദൈവം അദ്ദേഹത്തിന് നൽകിയത്. യിരെമ്യാവിനെ നമ്മൾക്കറിയാം. യിരെമ്യാവിനെ വിളിക്കുന്നത് കരച്ചൊല്ല പ്രവാചകൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് കരയുവാൻ വേണ്ടിയുള്ള കാര്യം എന്താണ്? തന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന് ദൈവമേ എൻ്റെ തലയെ കണ്ണീർ തടാകവും എൻ്റെ കണ്ണിനെ കണ്ണീർ ചാലുകളുമാക്കിയത് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ അധപ്പതനവും അവരുടെ പിന്മാറ്റവും അതുപോലെ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ശിക്ഷയും കണ്ടിട്ട് നിലവിളിച്ച് കരയുവാൻ വേണ്ടിയുള്ള ബോധ്യമുണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. സത്യം പറഞ്ഞാൽ യിരെമ്യാവിന് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യിരെമ്യാവ് തന്നെയാണ്. അതായത് പ്രവചന സംവിധാനവും അതുപോലെ ചരിത്രവും എല്ലാം കൂടിക്കുഴിഞ്ഞു കിടക്കുന്ന ഒരു കാവ്യ പുസ്തകമാണ് ഈ പറയുന്ന വിലാപങ്ങളുടെ പുസ്തകം. യിരെമ്യാവ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ സത്യം പറഞ്ഞാൽ പുരോഹിതന്റെ മകനായിട്ട് ജനിച്ചു വളർന്ന അദ്ദേഹത്തിന് ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്താൽ മതിയായിരുന്നു. എല്ലാവരും ബഹുമാനിക്കുന്ന ലേവ്യ കുടുംബത്തിലുള്ളയാളാണ്. അങ്ങനെയുള്ള ആ മനുഷ്യൻ എന്തിനാണ് മറ്റുള്ളവരുടെ ഉപദ്രവം സഹിച്ചത്? ധാരാളം ഉപദ്രവം സഹിച്ചയാളാണ്. അദ്ദേഹത്തിന് കന്നത്തടികൾ ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ആമത്തിൽ അദ്ദേഹത്തെ ഇട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കാലുകൾ ചങ്ങലയ്ക്ക് വിധേയമായിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒട്ടക്കട്ടിലിട്ടിട്ടുണ്ട്, അപമാനങ്ങൾ ധാരാളം അദ്ദേഹം സഹിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ശരിയായ ആഹാരം ലഭിക്കാത്ത അവസരങ്ങളുണ്ട്. നിങ്ങൾ ലേവ്യരെ കുറിച്ച് പഠിച്ചാൽ കാണുന്നൊരു കാര്യം, എല്ലാ പട്ടണങ്ങളുടെ ഭാഗങ്ങളിലും ലേവ്യർക്ക് പുൽപ്പുറങ്ങളും ഒക്കെ ദൈവം അവകാശം നൽകിയിരുന്നു. അപ്പോൾ ഒരു സമ്പന്ന രീതിയിൽ ജീവിക്കേണ്ട ഒരു പൗരോഹിത്യ വിഭാഗത്തിൽപ്പെട്ട യിരെമ്യാവ് എന്തിനാണ് ഈ വലിയ പ്രതിസന്ധിയിലേക്ക് പോയത്? തന്റെ വിളിയെയാണ് ഓർക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുവാൻ വേണ്ടിയല്ല ദൈവത്തിന്റെ ഹിതം. ദൈവം നമ്മളെ എന്തിനാണോ അസൈൻ ചെയ്തത് അല്ലെങ്കിൽ നിയോഗിച്ചത് അത് തിരിച്ചറിഞ്ഞിട്ട് നാം ഔവണ്ണം പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പലതും ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അത് ദൈവം അതിന് ആമേൻ പറഞ്ഞു എന്ന് കരുതിയാണ് പലരും പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പഴയ നിയമത്തേക്കാൾ വളരെ വ്യത്യസ്തമായിട്ട് പുതിയ നിയമത്തിലെ സംവിധാനം എന്ന് പറയുന്നത് ഉടനടി അടി തരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ദൈവത്തിന് ഹിതമില്ലാത്ത വഴി നാം സഞ്ചരിക്കുമ്പോഴും ഒക്കെ ഭൗതികമായിട്ട് ഉന്നതികളോ സ്ഥാനമാനങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത് ആത്മീക മണ്ഡലത്തിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുപോലെ ശുശ്രൂഷാ ബന്ധങ്ങളിടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് ഹിതമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം അപ്പോയിന്റ് ചെയ്തത്. പക്ഷേ ആ അപ്പോയിന്റ്മെന്റ് മറന്ന്, ആ അസൈൻമെന്റ് മറന്ന് പലപ്പോഴും മുൻപോട്ട് നീങ്ങുമ്പോഴും ദൈവം ഒന്നും പ്രത്യേകിച്ച് ശിക്ഷിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നാം അറിയേണ്ട ഒരു കാര്യം, ഇത് പുതിയ നിയമമാണ്. എടുത്ത വഴിക്ക് അടി കൊടുക്കുന്ന പഴയ നിയമത്തിന്റെ സംവിധാനമല്ല. ഇത് കൃപായുഗമായതുകൊണ്ട് കുറെ കൂടെ കാലങ്ങൾ
എന്റെ ശബ്ദം കേൾക്കുന്ന ശുശ്രൂഷകന്മാരും അതുപോലെ വിശ്വാസികളും എല്ലാവരും അറിയേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തിട്ട് അതിന് മുകളിൽ ആമേൻ പറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ടൻ ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ പോകുവാനും ദൈവം എന്തിനു വേണ്ടിയാണോ നമ്മളെ അപ്പോയിന്റ് ചെയ്തത് ആ അപ്പോയിന്റ്മെന്റ് മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങുവാനുള്ള ഒരു സുബോധമാണ് സത്യം പറഞ്ഞ് നമ്മൾക്കുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഇരമ്യാവ്. ഇരമ്യാവ് പ്രവാചകനായിട്ട് അറിയപ്പെട്ടയാളാണ്. ഇരമ്യാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ കരിച്ചുള്ള പ്രവാചകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അത് വിളിക്കുവാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ തന്റെ കയ്യിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ ബോംബിന്റെ ശക്തി അല്ലെങ്കിൽ പ്രവചനദൂത് എന്ന് പറയുന്ന ആ വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള ആ സ്ഫോടനശേഷിയുള്ള അല്ലെങ്കിൽ മാരകമായിട്ട് ജനത്തിൽ വന്ന് ഭവിക്കുന്ന തിക്തത അവർക്കുണ്ടാകുന്ന ആ പ്രവചനദൂത് തന്റെ കയ്യിൽ കൊടുത്തിരിക്കുമ്പോൾ ആ മാരകമായ ബോംബിനെ തന്റെ കണ്ണുനീരിൽ ചാലിച്ച് വലിച്ചെറിയുന്ന മനുഷ്യനാണ് ഇരമ്യാവ്. അപ്പോൾ ആ ഇരമ്യാവ് കരച്ചുള്ള പ്രവാചകൻ എന്ന് നാം വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട്. തന്റെ മുൻകാല പ്രവാചകന്മാരെ വ്യത്യസ്തരായിട്ട് താൻ പറഞ്ഞതിന്റെ അല്ലെങ്കിൽ തന്നിൽ കൂടി പ്രവചനമുണ്ടായതിന്റെ നല്ല ഭാഗങ്ങളും തന്റെ ജീവിതകാലത്ത് സംഭവിച്ചു കാണുവാൻ അസുലഭ ഭാഗ്യം കിട്ടിയ പ്രവാചകന്മാരിൽ ഒരുവനാണ് ഇരമ്യാവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇരമ്യാവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇരമ്യാവ് തന്റെ ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായി അദ്ദേഹം കൊണ്ടുപോയത് ദൈവത്തിന് അരുളപ്പാടുകൾ പ്രാപിക്കുക, അത് അവതരിപ്പിക്കുക. പശൂർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തെ നിന്ദിക്കുകയും തല്ലുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ഈ പറഞ്ഞ ഇരമ്യാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിതൊക്കെ പറയാതിരിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഞാനിതൊക്കെ പറയാതിരിക്കണമെന്ന് താല്പര്യപ്പെട്ട് മിണ്ടാതിരുന്നാൽ എന്റെ അസ്ഥികളിൽ തീ കൊണ്ട് കുത്തുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഉള്ളിൽ നിന്ന് ഒരു തള്ളലുണ്ട്, അല്ലെങ്കിൽ അകത്തുനിന്നൊരു ബോധ്യമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പ്രഭാഷണത്തെ കുറിച്ച് പറയുമ്പോഴും സംവിധാനം ഇതാണ്. നാം പറയുവാൻ തുടങ്ങുന്ന സത്യം ആ പ്രഭാഷകനിൽ മുഴുവൻ നിറഞ്ഞിരിക്കണം. നാക്കിലിന്റെ അറ്റത്തുനിന്ന് വരുന്നതല്ല, പ്രഭാഷകന്റെ അകത്ത് മുഴുവൻ ആ സത്യം നിറഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ശരിയായ പ്രേരണയോടെ അത് ചെയ്യാൻ കഴിയൂ. മാത്രമല്ല, എന്തുകൊണ്ട് നാം ആ സന്ദേശം പറയുന്നു, എന്തുകൊണ്ട് ആ പ്രവചന ദൂത് വിളിച്ചു പറയുന്നു എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ നാം മനസ്സിലാക്കണം. നമ്മളുടെ ഒരു ഇച്ഛയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഇംഗിതം നടക്കുവാനുള്ള സംവിധാനമല്ല, നമ്മൾക്ക് തന്ന ഒരു നിയോഗമനുസരിച്ച് അതിന്റെ പിന്നിൽ ചാലക ശക്തിയായി നിൽക്കുന്ന ദൈവവും പരിശുദ്ധാത്മാവും നമുക്ക് അതിന് ഉദ്ദീപനം തരുന്നത് കൊണ്ട് നാം ആ ശുശ്രൂഷ ചെയ്യുന്നു അല്ലെങ്കിൽ ആ സന്ദേശം വിളിച്ചു പറയുന്നു എന്ന ബോധ്യമാണ് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ വിലാപങ്ങളുടെ പുസ്തകം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വായിക്കുവാൻ ശ്രദ്ധിക്കണം. അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്ത ആയിരിക്കുന്നത് എങ്ങനെ? ജാതികളിൽ മഹതിയായിരിക്കുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയവേലക്കാരിയായി ഇതെങ്ങനെ? രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു. അവളുടെ സകല പ്രിയന്മാരിലും അവരെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അവളുടെ സ്നേഹിതന്മാരൊക്കെയും അവൾക്ക് ശത്രുക്കളായി ദ്രോഹം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓർക്കണം, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ഒരു സംവിധാനം, ജനനിബിഡമായിരുന്ന ഒരു നഗരം അതെങ്ങനെയാണ് ശൂന്യമായി പോയത് എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെ ആക്രമിക്കുവാൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ തെക്കൻ ഭാഗമായ തെക്കൻ രാജ്യം എന്ന് വിളിക്കുന്ന ആ സ്ഥലം പിടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് നെബൂഖദ്നേസർ വരുന്ന കാര്യത്തെ കുറിച്ച് പ്രവാചകനായ ഇദ്ദേഹം വിളിച്ചു പറയുന്നു. പക്ഷേ അതൊന്നും കേൾക്കുവാൻ വേണ്ടിയുള്ള മാനസിക അവസ്ഥയോ അതിനുവേണ്ടി ഒന്ന് ദൈവസന്നിധിയിൽ ശ്രമം നടത്തി കരയുവാൻ വേണ്ടിയുള്ള ഒരു ആവേശമൊന്നും അവർക്കുണ്ടായില്ല. ഇരമ്യാവ് പല ദൂതുകൾ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു, ഇയാൾ പറഞ്ഞതെല്ലാം കള്ളമാണ്. കാര്യം ഒരിക്കലും നമ്മൾക്ക് ഒരു ഗുണം വരുന്ന കാര്യം ഈ ഇരമ്യാവ് പറഞ്ഞിട്ടില്ല. ഒരിക്കലും നന്മ വരുന്ന കാര്യം ബുദ്ധിയായിട്ട് വിളിക്കുന്ന തെക്കൻ രാജ്യത്തിന് ഒരു നന്മയോ വിടുതലുകളോ അനുഗ്രഹങ്ങളോ ഉണ്ടാകുന്ന ഒരൊറ്റ കാര്യം പോലും ഇദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് സാരമാത്രമായ ഒരു കുഴപ്പമുണ്ട് എന്ന് വിചാരിച്ച് അവർ മുൻപോട്ട് നീങ്ങുമ്പോഴും ഇരമ്യാവിനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് കൊടുത്ത നിയോഗം ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരോട് എനിക്ക് പറയുവാനുള്ളൊരു കാര്യം, നിങ്ങൾ ആരുടെയും മുഖം നോക്കിയല്ല ശുശ്രൂഷകൾ നടത്തേണ്ടത്. നിങ്ങൾക്ക് ദൈവം തന്ന അസൈൻമെന്റ് നിയോഗം എന്താണ്, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഏത് വിധമാണ്, അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അവിടെ മാത്രമേ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അത് തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആധുനിക ശുശ്രൂഷകന്മാരിൽ പുറക്കുമുണ്ടാകുന്ന കുഴപ്പം. ആളുകളെ രസിപ്പിക്കുക, അതുപോലെ അവരുടെ കയ്യടി വാങ്ങുക, ജീവിതകാലത്ത് എന്തുമാത്രം കണം സ്വരുക്കൂട്ടാമോ
ഏതൊക്കെ സ്ഥാനങ്ങൾ അടിപൊളി ഉണ്ടാക്കി വാങ്ങാമോ അങ്ങനെയൊക്കെ വാങ്ങി അതിന്റെ മുകളിൽ വിരാജിച്ചിരിക്കുന്ന ആ ഒരു സംവിധാനമാകുമ്പോൾ ദൈവം എന്റെ കൂടെ ഇല്ലേ? ദൈവം എന്റെ കൂടെ ഇല്ലായെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് പണം ലഭിക്കുന്നത്? ദൈവന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഉന്നത സ്ഥാനം എങ്ങനെ ലഭിക്കും? പക്ഷേ ആ സ്ഥാനത്തേക്ക് കയറുവാൻ കാണിച്ച തന്ത്രങ്ങൾ വളരെ കഠിനമായ തന്ത്രങ്ങളാണെന്ന് ഓർക്കണം. അപ്പോൾ മനസ്സിലാക്കണം, ഞാൻ എല്ലാവരെയും കുറിച്ചും പറയുകയല്ല. ദൈവത്തിന് ഹിതമില്ലാത്ത രീതിയിലുള്ള ചില സംവിധാനം നാം ചെയ്യുമ്പോഴും ദൈവം ഉണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് പുതിയ നിയമമാണെന്ന് അറിയണം. അപ്പോൾ യിരെമ്യാവെന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ പ്രവചനങ്ങളെല്ലാം നടത്തുന്നു. ആ പ്രവചനം നടത്തുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കൽദയർ ഇങ്ങോട്ട് വരികയാണ്. കൽദയരെ ദൈവം ഉണർത്തി, അല്ലെങ്കിൽ ബാബിലോൺകാരെ ഇങ്ങോട്ട് ഉണർത്തി ദൈവം ഇങ്ങോട്ട് ഈ രാജ്യം പിടിക്കുവാൻ വേണ്ടി കൊണ്ടുവരികയാണ്. പക്ഷേ ആര് കേൾക്കാൻ? യിരെമ്യാവ് ഇത് പറയുമ്പോഴും വേറെ കുറെ പ്രവാചകന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങോട്ട് ബാബേൽ രാജാവ് വരികയില്ല, നിങ്ങൾക്ക് സമാധാനം 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 എന്ന് വിളിച്ചു പറഞ്ഞ് ജനത്തിന്റെ കണ്ണിൽ മണ്ണുവാരിയിട്ട് അവർ യാത്രിക അന്ധത ഉണ്ടാക്കുന്ന ഒരു കാലം. യിരെമ്യാവ് എന്ന് പറഞ്ഞ കാര്യമാണല്ലോ. ദൈവം അയക്കാതിരുന്നിട്ടും അവർ പോയി. അവർ ദൈവത്തിന്റെ ആലോചന സഭയിൽ നിന്നില്ല. അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ എന്റെ ആലോചന സഭയിൽ നിന്നവർ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആലോചന സഭയിൽ നിൽക്കാതെയും ദൈവം അരുളപ്പാട് കൊടുക്കാതെയും ദൈവം ആലോചന കൊടുക്കാതെയും ഒക്കെ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അത് കേൾവിക്ക് രസമായിരിക്കാം, കേൾക്കുന്നവർക്ക് ഒരു മനഃശാന്തി ഉണ്ടാകാം. പക്ഷെ അത് സത്യമാണോ നാം വിളിച്ചു പറഞ്ഞത് എന്നാണ് നാം അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ ആൾക്കാരെ രസിപ്പിച്ച് ആൾക്കാർക്ക് ഒരു ഉന്മാദം വരുത്തി, ഒരു രസം വരുത്തിയൊക്കെ മുൻപോട്ട് നീങ്ങുമ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു നാം വിളിച്ചു പറഞ്ഞത് എന്നാണ് നാം അറിയേണ്ടത്. ഞാൻ ഇന്ന് അല്പസമയം പ്രസംഗിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എതിരായി വരുന്ന മതിലുകളും അതുപോലെ വേദികളും എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എതിരായി ഉണ്ടാകുന്ന, നമുക്കെതിരെ ഉയരുന്ന ചില മതിലുകൾ, നമുക്ക് എതിരെ ഉയരുന്ന ചില വേദികൾ, അതിനെ തിരിച്ചറിയുവാനുള്ള ഒരു നിയോഗം നമ്മൾക്ക് ഉണ്ടാകണം. ഈ പറയുന്ന യിരെമ്യാവ് ഇത് വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യം. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ 25-ാമത്തെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പ്രവാസത്തിന് അല്ലെങ്കിൽ ബാബേൽ പ്രവാസത്തിന് 70 വർഷം നീളമുണ്ടാകും എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ സ്വീകരിച്ചിട്ട് വിളിച്ച് അവരോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബാബേൽ രാജാവ് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് മറ്റുള്ളവർ ജനത്തിന്റെ കണ്ണിൽ മണ്ണുവാരിടുവാൻ, അവരുടെ മനസ്സിന് ഒരു താൽക്കാലിക ശാന്തിയും ഒരു സമാധാനം ഉണ്ടാക്കുവാനും വേണ്ടി വിളിച്ചു പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യിരെമ്യാവ് അതിനെതിരെ ശക്തിയോടെ സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എന്തുകൊണ്ടാണ് താൻ ജനത്തെ ശിക്ഷിക്കുവാൻ കാരണം? ശിക്ഷിക്കുവാൻ കാരണം വളരെ സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ വിശ്വസ്തരായി നിന്ന് സത്യദൈവത്തെ ആരാധിക്കുവാൻ വിളിച്ച ദൈവജനങ്ങൾ, ദൈവത്തെ ആരാധിക്കുവാൻ തിരഞ്ഞെടുത്ത ആ ജനങ്ങൾ ദൈവത്തെ വിട്ട് അന്യദൈവ പൂജയും അതുപോലെ പൂജാഗിരികളിൽ പണിത് അതുപോലെ അസ്തരോത്തിനെയും അതുപോലെ കിമോഷിനെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ കാലത്ത് ദൈവത്തിന് ഉൾക്കൊള്ളുവാൻ ഇത് കഴിയുകയില്ല. ഇന്നും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള വീരന്മാരും വീരകളും ധാരാളമുണ്ട്. എന്ന് പറഞ്ഞാൽ അന്യദൈവ പൂജ കൊണ്ടും അതുപോലെ ദുരാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവചിക്കുകയും ദുരാത്മാവിന്റെ ശക്തി കൊണ്ട് പലർക്കും ആലോചന പറഞ്ഞു കൊടുക്കുകയും പ്രവചന കോലത്തിൽ അവതരിപ്പിക്കുകയും രോഗശാന്തി എന്ന പേരിൽ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ തിരിച്ചറിയുവാൻ വിവേചനത്തിന്റെ ശക്തി, വിവേചന കൃപ ദൈവമക്കൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ സഭയുടെ പരാജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കള്ളൻ വന്ന് മുഴുവൻ കട്ടിട്ട് പോകുമ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ഏതാത്മാവിലാണ് ശുശ്രൂഷിച്ചത്, ഏതാത്മാവിലാണ് പ്രവചിച്ചത് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയാതിരിക്കുന്നു എന്നുള്ളത് വലിയ അപജയം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, നാം തിരിഞ്ഞ് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളിലേക്ക്, ദൈവം പറഞ്ഞിരിക്കുന്ന കൃപാവലയങ്ങളിലേക്ക്, വിശുദ്ധ ബൈബിൾ പ്രഖ്യാപനം ചെയ്ത ശുശ്രൂഷാ സംവിധാനത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ മേൽ ഉണ്ടാകുമെന്ന് അറിയണം. അപ്പോൾ ബാബേൽ രാജാവിനെ ദൈവം വിളിച്ചുകൊണ്ട് വരുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നെബൂഖദ്നേസർ വന്ന ചരിത്രം ഒരുപക്ഷെ കേൾവിക്കാർക്ക് അറിയാമായിരിക്കാം. BC 606 ആദ്യം വന്ന് ദാനിയേലിനെയും രാജകുടുംബത്തിലുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം BC 597 വന്ന് യെഹെസ്കേലിനെയും തന്റെ കൂടെയുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം BC 586 വീണ്ടും യെരൂശലേമിൽ വന്ന് ലോക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും വിലപിടിപ്പുള്ള ശലോമോന്റെ ആലയം എന്ന് വിളിക്കുന്ന കോടി ഡോളർ ചിലവാക്കി പണിഞ്ഞിരിക്കുന്ന ആ സുന്ദരമായ ആലയം അദ്ദേഹം നശിപ്പിച്ചു. അതിലെ പൊൻപള്ളി പാത്രങ്ങൾ അദ്ദേഹം തന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒക്കെ സംഭവിക്കുവാൻ കാര്യമെന്താണ്? നിങ്ങൾക്ക് എതിരെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടും അത് അനുസരിക്കുവാനോ കേൾക്കുവാനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഓർക്കണം, അങ്ങനെയുള്ള
കൈവിടുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവം. ഇനിയും വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. അവർ എന്റെ ജനത്തിൽ പുത്രിയുടെ നാശത്തിങ്കൽ അവർക്ക് ആഹാരമായിരിക്കുന്നു. അപ്പോൾ ഓർക്കണം, സ്വന്തം കുഞ്ഞുങ്ങളെ അമ്മമാർ ആഹാരമാക്കി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പദം കൂടെ പ്രതീക്ഷിക്കണം. കരുണയുള്ള സ്ത്രീകൾ. പ്രവാചകനായ യെശയ്യാ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. സ്വാഭാവികമായിട്ട് പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കില്ല. പക്ഷേ പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കില്ല എന്നുള്ള നോർമൽ പദ്ധതിയാണ്. എന്നാൽ പ്രവാചകൻ പറയുകയാണ്, മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കില്ല. ചില വർഷങ്ങൾക്ക് മുൻപ്, ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് കട്ടപ്പനയിൽ സിന്ധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയുടെ വിവാഹിതയായിരുന്നു. അവൾക്ക് മകളുണ്ട്. അവളുടെ പിതാവ് മരിച്ചു. പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചില്ല. കാര്യം പ്രായമുള്ള ഒരാളാണല്ലോ. അദ്ദേഹത്തെ അടക്കി. ഏതാണ്ട് 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സിന്ധുവിന്റെ അമ്മയും മരിച്ചു. അവനെയും അടക്കി. പക്ഷേ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സിന്ധുവിന്റെ മകൾ മരിച്ചു. അപ്പോൾ ആൾക്കാർക്ക് സംശയമായി. പോലീസിൽ അറിവ് കൊടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം, അപ്പനെയും അമ്മയെയും മകളെയും കൊന്നത് സിന്ധുവാണ്. എലിവിഷം കൊടുത്താണ് കൊന്നത്. ആഹാരത്തിൽ എലിവിഷം കൊടുത്ത് ആണ് കൊന്നത്. എന്താണ് കാര്യം? സിന്ധുവിന്റെ വളഞ്ഞ വഴികൾ, തെറ്റായ വഴികൾ, ദൂഷ്യ വഴികൾ. അപ്പൻ പറഞ്ഞ, മകളെ നീ അത് ചെയ്യരുത്, നീ അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് പോകരുതെന്ന് അപ്പൻ വിലക്കിയപ്പോൾ അപ്പനെ വക വരുത്തി. അപ്പന്റെ മരണശേഷം അമ്മ അവളെ ഉപദേശിച്ചു, നീ ഈ തെറ്റായ മാർഗങ്ങളിലേക്ക്, അന്യപുരുഷന്മാരുടെ ബന്ധത്തിലേക്ക് നീ പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ വിലക്കിയപ്പോൾ അമ്മയ്ക്കും വിഷം കൊന്നു. ആര് പറഞ്ഞില്ല. പക്ഷേ ഈ സിന്ധുവിന്റെ ഈ തിക്തമായ ആ രീതികൾ മകൾ കണ്ടു. അവളെയും വകവരുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വകവരുത്തി കൊല്ലുവാൻ ഉള്ള മാനസികാവസ്ഥ. സ്വന്തം അപ്പനെ കൊന്നു, സ്വന്തം അമ്മയെ കൊന്നു, മകളെ കൊന്നു. ഇപ്പോൾ അവൾ ജയിലിലാണ്. അപ്പോൾ പത്രമൊക്കെ വായിക്കുന്ന മറ്റൊരു കാര്യങ്ങൾ അറിയാവുന്നത്, സ്വന്തം അമ്മയാണ് ഈ കൊന്നത്. നിങ്ങൾ പത്രമാധ്യമങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യം, അമ്മമാർ എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. അപ്പോൾ സ്വന്തം അമ്മയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊല്ലുവാൻ കഴിയില്ല. പക്ഷേ സ്വന്തം അമ്മ ഇതാ കുഞ്ഞിനെ ഒന്ന് തിന്നുന്ന ഒരു പ്രത്യേക അനുഭവം. ആഹാരമില്ല. ഈ കൽദയർ വന്ന് യെരൂശലേമിനെതിരെ അവരെ തമ്പടിച്ചിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുവാനോ അകത്തേക്ക് ഇറങ്ങാനോ കഴിയുന്നില്ല. ആഹാരങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഭാഗം. AD 70 ടൈറ്റസ് വന്ന് യെരൂശലേം നിരോധിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ അപ്പമ്മ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തി തിന്നുന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ഇതൊക്കെ വരുവാനുള്ള അല്ലെങ്കിൽ വിളിച്ചു വരുത്തുവാനുള്ള കാര്യങ്ങളുണ്ട്. ഇത് വിളിച്ചു വരുത്തുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ വഴികളിൽ നിന്ന് മാറിയെന്നുള്ളതാണ്. നമ്മൾ വായിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലികെട്ടി അടച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ അടച്ചത് സാത്താനല്ല. പലപ്പോഴും നമ്മൾ വേലികെട്ടി അടച്ചുവെന്നും നമ്മുടെ വഴികൾ അടഞ്ഞുവെന്നുമൊക്കെ നമ്മൾ പറയുമ്പോഴും എപ്പോഴും സാത്താനെതിരെ പോരാടിയെന്നും അവൻ എന്റെ വഴി അടച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ സാത്താൻ അടച്ച കാര്യമല്ല പറഞ്ഞത്, ദൈവം തന്നെ ചെയ്ത കാര്യമാണ്. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലികെട്ടി അടച്ചു. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ദൈവം അതിനെ ശാസിക്കുവാൻ തയ്യാറുള്ള ദൈവമാണ്. മനുഷ്യൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ, ഇവിടുത്തെ പ്രമാണികൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ, പ്രഭുക്കന്മാർ തിരിഞ്ഞാൽ, ഇവിടുത്തെ സാമാന്യ സംവിധാനമോ ഗവൺമെന്റോ നിനക്കെതിരെ തിരിഞ്ഞാൽ അതിനെതിരെ പോരാടുവാൻ ദൈവം തയ്യാറാണ്. പക്ഷേ ദൈവം തന്നെ നിനക്കെതിരെ തിരിഞ്ഞാൽ പിന്നെ ആരാണ് പോരാടുന്നത്? അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവം നിനക്ക് പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം നിന്നെ വേലികെട്ടി അടച്ചെങ്കിൽ അതിനെ തുറക്കുവാൻ ലോകത്തിന് ഒരു ശക്തി കഴിയില്ല. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനെന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ. അപ്പോൾ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാൻ കഴിയുന്ന ഒരു ദൈവം, അവൻ അടച്ചെങ്കിൽ പിന്നെ, അവൻ വേലികെട്ടി അടച്ചെങ്കിൽ പിന്നെ ആരാണ് തുറക്കുക? 2-ാമത്തെ ഭാഗം, എന്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു, ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, കടഭാരം ഉണ്ടാകുമ്പോൾ, നമ്മൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, എതിരുകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ ദൈവസ്ഥൽ ചെന്ന് കൂകി നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ അലറി നിലവിളിച്ചു. ഉയർന്ന ശബ്ദത്തിൽ നിലവിട്ടുള്ള വിളി ദൈവം
ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് അപേക്ഷയോടെ യാചനയോടെ ദൈവസന്നിധിയിൽ കിടന്ന് കരയുമ്പോഴും ദൈവം പറയുന്നു, നിന്റെ പ്രാർത്ഥന ഇങ്ങോട്ട് വരുവാൻ ഞാൻ സമ്മതിക്കില്ല, എന്റെ പ്രാർത്ഥനയെ അവൻ തടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥന എന്റെ സന്നിധിയിൽ എത്താതെ വണ്ണം ഞാൻ അതിനെ തടുത്തു കളയും. ഇന്നലെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയെ ദൈവം തടുത്തു കളഞ്ഞെങ്കിൽ, ലോകത്തിലെ ആരെങ്കിലും തടുത്തു കളഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ രക്ഷപ്പെടാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, സാത്താനെ തടുത്തു കളഞ്ഞാലും ദൈവം നമുക്ക് വേണ്ടി മറുപടി പറയാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയെ ദൈവം തടുത്തു കളഞ്ഞെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് തന്ത്രം? നമ്മുടെ ഒരു കുൽസിത തന്ത്രം കൊണ്ടും നമ്മുടെ ബുദ്ധിവികാസം കൊണ്ടുമൊന്നും ദൈവത്തിന്റെ ഈ തടുത്ത ഈ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ നീ എന്നിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, നീ എന്റെ വകയല്ല, നീ എന്റെ ജനമല്ല ഇസ്രായേലേ, അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന എന്റെ സന്നിധിയിൽ എത്തുവാൻ ഞാൻ അനുവദിക്കാതെ വേണം ഞാൻ അതിനെ തടുത്തു കളയുന്നു. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനയെ ദൈവം തടുത്തു കളഞ്ഞുവെങ്കിൽ നമുക്ക് വിടുതലുണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കുറെ ശബ്ദം വെച്ചു, കുറെ ബഹളം വെച്ചു എന്നല്ലാതെ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താതെ വണ്ണം അതിനു മുൻപ് തന്നെ ദൈവം അതിനെ തടുത്തു കളഞ്ഞെങ്കിൽ മനസ്സിലാക്കണം, മാരകമായ ചില പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന ഭാഗമാണ്. പ്രാർത്ഥനാവീരനായ പ്രവാചക ശ്രേഷ്ഠനായ ആ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു വെച്ചു സാത്താൻ 21 ദിവസം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി വന്ന ഗബ്രിയേൽ ദൂതനെ തടഞ്ഞു വെച്ചിരുന്നു. എന്നാൽ പ്രധാന ദൂതനെ മീഖായേൽ വന്ന് ആകാശവിധാനത്തിൽ വിന്യസിച്ചിരിക്കുന്ന സാത്താന്റെ സൈന്യമായി പടവെട്ടി. ആ സമയത്ത് ഈ ദൂതുമായിട്ട് ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പ്രാർത്ഥനാവീരനായ ദാനിയേൽ തന്റെ കൂടെയുള്ള മിക്കപേരും പ്രവാസത്തിൽ വന്ന ബാബിലോണിൽ വന്ന പല ചെറുപ്പക്കാരും അവിടുത്തെ ആഹാരവിഹാരാദികൾ മദ്യം സേവിച്ച് വീഞ്ഞു കുടിച്ച് ഒക്കെ അവർ അതിൽ രസിച്ച് നടക്കുമ്പോഴും പ്രമാണത്തിനോട് നിന്ന ചില ബാലന്മാർ അല്ലെങ്കിൽ ചില യൗവനക്കാർ നമുക്കറിയാം. അതിൽ ഒരുവനാണ് ദാനിയേൽ. ആ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി ആണ് സാത്താൻ തടഞ്ഞു വെച്ചത്. പക്ഷേ ആ പ്രാർത്ഥന മറുപടി ദാനിയേലിനെ എത്തിക്കേണ്ട ജോലി ദൈവത്തിൻ്റെതാണ്. ഇന്ന് എന്റെ ശബ്ദങ്ങളിൽ പ്രിയപ്പെട്ട ഞാൻ പറയാം, ദൈവമക്കളെ, നിങ്ങൾ ദൈവസന്നിധി വിശ്വസ്തരായിരുന്ന ദൈവദാസന്മാരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്ന നിങ്ങളെ ഏൽപ്പിച്ച വേലകൾ വളരെ ഭദ്രമായി നിങ്ങൾ ചെയ്യുവാൻ വേണ്ടി തുടങ്ങിയ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഒരുപക്ഷെ ചില വേളകളിൽ തടഞ്ഞിരിക്കുക. എങ്കിലും ആ തടഞ്ഞിരിക്കുന്ന സംവിധാനത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വകയാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥന ദൈവം കേട്ട നിനക്ക് മറുപടി തരുവാൻ നിശ്ചയിച്ച് പ്രാർത്ഥന അയച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അതിനെ തടയുവാൻ കഴിയും. പക്ഷേ എല്ലാ നാളും കഴിയില്ല. പ്രാർത്ഥന തുറന്നുകൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥന പോലും ദൈവസ്ഥ ചെല്ലാതെ വണ്ണം ദൈവം തടഞ്ഞുവെങ്കിൽ, ഞാനിത് പഴയ ദൈവത്തിലെ കുറെ കാര്യം വിളിച്ചു പറയുകയല്ല. ഈ ആധുനിക നൂറ്റാണ്ട് ജീവിക്കുന്ന ആത്മീയരെന്ന് പറയുന്ന ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മുടെ കാര്യം എന്ന് പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥന പോലും തിരുസന്നിധിയിൽ ചെല്ലാതെ വണ്ണം ദൈവം തടുത്തു വെച്ചെങ്കിൽ മനസ്സിലാക്കണം, എന്തോ വലിയ എതിരികൾ നമുക്കെതിരെ ദൈവത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സിനെ ധാരണം ചെയ്ത, ദൈവത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ച, ദൈവത്തിന്റെ മനസ്സിനെ ദുഃഖിപ്പിച്ച വലിയ പാപങ്ങൾ, വലിയ കുഴപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഇന്നലെ ശബ്ദം കേൾക്കുന്നവർ മനസ്സിലാക്കണം. നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആ വാക്യത്തിൽ തുടർന്ന് വായിക്കുന്നത്, വെട്ടുകല്ല് കൊണ്ട് അവന്റെ വഴി അടച്ചു, എന്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സഞ്ചരിച്ച് മുൻപോട്ട് നീങ്ങാതെ വണ്ണം, ഒരിക്കലും രക്ഷപ്പെട്ടു ഓടുവാൻ കഴിയാതെ വണ്ണം, എനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ പാതകളെ അവൻ വികടമാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം, വല്ലാത്ത പരുവത്തിലാക്കി, അല്ലെങ്കിൽ കുഴിയും കുണ്ടുമൊക്കെയാക്കി, വളവും തിരുമൊക്കെയായി നമുക്കൊരിക്കലും സ്വതന്ത്രമായി സന്തോഷത്തോടെ വളരെ വേഗമതിൽ സഞ്ചരിക്കുവാൻ കഴിയാതെ വണ്ണം അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രത്യേക സംവിധാനം. മാത്രമല്ല, എന്റെ വഴികളെ അവൻ വെട്ടുകല്ലുകൊണ്ട് എന്റെ വഴി അടച്ചു കളഞ്ഞു. അപ്പോൾ മനസ്സിലാക്കണം, എന്റെ വഴികളെ വികടമാക്കുക മാത്രമല്ല, എനിക്ക് സഞ്ചരിച്ച് മുൻപോട്ട് നീങ്ങാൻ കഴിയാതെ വണ്ണം എന്റെ വഴികളെ അവൻ വെട്ടുകല്ലുകൊണ്ട് അടച്ചു കളഞ്ഞു. ഇന്നലെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഞാൻ പറയാം, നമ്മുടെ വഴികളെ ദൈവം അടച്ചു കളഞ്ഞാൽ പ്രാർത്ഥന നടന്നു. മാത്രമല്ല, നമ്മുടെ വഴികളെ ദൈവം അടച്ചു, നമ്മുടെ വഴികളെ വികലമാക്കി. മാത്രമല്ല, നമുക്ക് ഇതാ ദൈവം വേലി കെട്ടി നമ്മളെ സംരക്ഷണത്തിയാണ് ഈ പറയുന്നത്. നമ്മൾക്ക് ചലിക്കുവാൻ കഴിയാതെ വണ്ണം, വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മളെ ഇതാ അടച്ചിട്ടിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ കാലുകൊണ്ട്
പൂർണ്ണമായി നശിപ്പിക്കുവാൻ മിസ്രൈം രാജാവിനെ അനുവദിക്കില്ല. പക്ഷേ അവർ കുറെ പാപങ്ങളൊക്കെ ചെയ്ത് കളഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുവാൻ പോകുന്ന കാര്യം, എന്നാൽ പൂർണ്ണമായിട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മിസ്രൈമിന്റെ ആ ഒരു ചെറിയ അടിമത്തത്തിൽ അവർ കുറെ നാൾ പോകേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിൽ നാം പാപങ്ങൾ ഏറ്റ് പറയുമ്പോൾ, നമ്മുടെ അപജയങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ, നാം നിലവിളിക്കുമ്പോൾ, നമുക്കെതിരെ ദൈവം കൊട്ടിയടച്ച വാതിലുകൾ, നമ്മൾക്ക് കടക്കുവാൻ കഴിയാതെ വണ്ണം വാതിലുകളെയും വഴികളെയും അടച്ചു കളഞ്ഞ ആ ദൈവം തന്നെ അതിന് തുറക്കുന്ന ദൈവമാണ്. അങ്ങനെ ഇങ്ങനെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നമ്മുടെ വാതിലുകളും വഴികളും ദൈവം അടച്ചു കളഞ്ഞാൽ, ദൈവം മതിൽ കെട്ടി അടച്ചു കളഞ്ഞാൽ, വേലി കെട്ടി കൂട്ടിയാൽ, ദൈവം അതിനെ ബന്ധിച്ചു കളഞ്ഞാൽ, അതിനെ അഴിച്ചു വിടുവാൻ കഴിയുന്ന ഒരൊറ്റ മഹാനും ലോകത്തിലില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനക്കാരൻ നമുക്ക് എതിരായി തോന്നിയാൽ, ദൈവം നമുക്കെതിരെ വേലി കെട്ടിയെന്നോ, ദൈവം നമുക്കെതിരെ മതിലുകൾ പണിഞ്ഞുവെന്നോ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വഴികളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന ദൈവത്തിന് മുൻപാകെ കർത്താവിന് മുൻപ് വീട് കിടന്ന്, കർത്താവെ എന്നോട് സത്യമായും ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ച് പാപങ്ങളെ ഏറ്റുപറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ കരം അനുകൂലമായി ചലിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. ജോസഫ് ഫലപ്രദമായ വൃക്ഷം, നീറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ജോസഫിനെ കുറിച്ച് അപ്പൻ പറയുന്ന പ്രവചനദൂതാണ്. വെളിപ്പാട് കണ്ട് പരിചയമുള്ളവൻ, ധാരാളമാകുന്ന ദൈവശബ്ദം കേട്ട മനുഷ്യൻ. ആ പറയുന്ന യാക്കോബ് തന്റെ മണ്ണക്കിടക്കയുടെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ തന്റെ ഭൂമിയിലെ ജീവിതം അവസാനിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ 49-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗത്തോട് വായിക്കുന്നത്, മക്കളെ കൂടി വരുവിൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് വെളിപ്പാട് പറഞ്ഞ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ വെളിപ്പാട് കണ്ടവൻ, ഒന്നിലധികം പ്രാവശ്യം വെളിപ്പാട് കണ്ടവൻ, ദൈവത്തിന് മുൻപിൽ നേരിട്ട് എന്ന് ദൈവസ്ഥലം നിലവിളിച്ച മനുഷ്യൻ, ദൈവത്തിന് യാഗം മനുഷ്യൻ, ദൈവം പല സ്ഥലങ്ങളിൽ വെച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നീ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ അമ്മാവന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുവാൻ വേണ്ടി ദൈവം അരുളപ്പാട് പറഞ്ഞു. വരുന്ന വഴി ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പുറപ്പെട്ട ബഥേലിലേക്ക് പോകുക. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ദൈവം അരുളപ്പാട് പറഞ്ഞ്, ആലോചന പറഞ്ഞ്, അത് കേട്ട് പരിചയമുള്ള ദൂതന്മാരുടെ ഒരു വലിയ സംഘത്തെ കേട്ട് പരിചയമുള്ള, സ്വർഗത്തോളം എത്തുന്ന ഗോവേണിയുടെ ഒരു ദർശനം കണ്ട് ആ മനുഷ്യൻ ഇതാ തന്റെ മക്കളെ, തന്റെ ജീവിതയാത്രയുടെ അവസാന മൊമെന്റിലേക്ക് എത്തുമ്പോൾ തന്റെ മക്കളെ വിളിച്ചെന്ന് പറയുക, മക്കളെ നിങ്ങൾ കൂടി വരിക, നിങ്ങളുടെ ഭാവികാലത്ത് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. അങ്ങനെ അവർ വന്ന അവസരത്തിൽ ഓരോ മക്കളെ കുറിച്ചും ഭാവികാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പ്രവചനദൂതായിട്ട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. അക്കൂട്ടത്തിൽ ജോസഫ് എന്ന് പറയുന്ന തന്റെ ഇഷ്ടഭാര്യയുടെ മൂത്ത മകൻ, അവനെ കുറിച്ച് പറയുവാൻ അദ്ദേഹം ഉപയോഗിച്ച, നിങ്ങൾ ബൈബിൾ നോക്കിയാൽ 49-ാമത്തെ അധ്യായത്തിൽ 5 വാക്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും 5 വാക്യങ്ങൾ പിന്നീട് ഒരു ഗോത്രത്തെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചത് അത് യഹൂദിയെ കുറിച്ച് മാത്രമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ജോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ തന്റെ കൃപാദാനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദർശനങ്ങൾ ആദ്യമായി പറഞ്ഞത് തന്റെ വീട്ടിന്റെ അകത്താണ്. പക്ഷേ തന്റെ വീട്ടിന്റെ അകത്ത് ആദ്യം തനിക്ക് ദൈവം നൽകിയ ദർശനം പറഞ്ഞത് തന്റെ സഹോദരന്മാരോട്, രണ്ടാമത് പറഞ്ഞത് തന്റെ അപ്പനോടും അമ്മയോടുമാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ തന്നെ ആ കുടുംബത്തിന്റെ അകത്ത് എതിരുണ്ടായി. പിന്നീട് അവരുടെ കളിയാക്കി പേര് വീണു. അതാണ് സ്വപ്നക്കാരൻ എന്ന് സഹോദരന്മാരെ കളിയാക്കി. സഹോദരന്മാര് അവൻ പറഞ്ഞ ആ ദർശനത്തിനെതിരെ ശബ്ദിച്ചു. അപ്പന് അവൻ പറഞ്ഞ ദർശനത്തിനെതിരെ ശബ്ദിച്ചെങ്കിലും യാക്കോബിന് അറിയാമായിരുന്നത് അത് ദൈവം കാണിച്ച ദർശനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം വായിച്ച് അവിടെ യാക്കോബ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമുണ്ട്, എല്ലാവരും അനുകൂലം ആകുമ്പോഴല്ല ദർശനത്തിന് നിറവേറൽ ഉണ്ടാകുന്നത്. എന്റെ വിഷയമല്ലാത്ത ഞാൻ വിവരണങ്ങൾ പറയുന്നില്ല. ജോസഫ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പ്രാപിച്ചത്? ജോസഫ് ഫലപ്രദമായി
ദൈവമായതുകൊണ്ട് എടുത്ത വഴിക്ക് അടി കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ നാം മനസ്സിലാക്കണം, ദൈവം മണ്ണനല്ല, പൊട്ടനല്ല എന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ജോസഫ് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന വർഷമാണ്. അതിന്റെ കാരണം ലവണങ്ങളും അതുപോലെ വെള്ളവും ഒക്കെ വലിച്ചെടുക്കുവാൻ കഴിയുന്ന ഈ നിറവിന്റെ അരികിലാണ് ജോസഫിന്റെ പാർപ്പെന്ന് പറഞ്ഞു. ഇന്നും എന്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവർ പറയാം, നാം എത്ര വലിയ മിടുക്കരാണെങ്കിലും, എത്ര വലിയ മഹാന്മാരാണെങ്കിലും, എത്ര വലിയ അറിവുള്ളവരാണെങ്കിലും ദൈവത്തെ കൂടാതെ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവോട്ട് പൊക്കോ എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ വെളിപ്പോട്ട് പൊക്കോ, നിങ്ങൾക്ക് ഒത്തിരി കാര്യം അറിയാമല്ലോ, നിങ്ങൾ പൊക്കോളാം എന്നല്ല പറഞ്ഞത്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ദീർഘമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഫലം കായ്ക്കാൻ കഴിയില്ല എന്ന് നാം നന്നായിട്ട് അറിയണം. ഈ ദീർഘമായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കേണ്ട ലവണങ്ങളും വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്ന ആ സംവിധാനത്തിൽ നിന്ന് നമ്മൾ മാറിയാൽ നമ്മൾക്ക് ഒരിക്കലും ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എന്നെ കേൾക്കുന്നവർ എല്ലാം നാം മനസ്സിലാക്കണം. ജോസഫ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, അദ്ദേഹത്തിന് എതിരുകൾ നന്നായിട്ടുണ്ട്. നിങ്ങൾ ആ അധ്യായം വായിച്ചാൽ ജോസഫിനെ കുറിച്ച് വായിക്കും, വില്ലാളികൾ അവന് നേരെ എഴുതു. പക്ഷേ യാക്കോബിന്റെ വല്ലഭന്റെ ഭുജത്താൽ അവന്റെ വില്ല് ഉയർന്നു നിന്നു എന്ന് പറഞ്ഞാൽ ജോസഫ് തിരിച്ച് യുദ്ധം ചെയ്തതല്ല, തനിക്കെതിരെ ഉണ്ടായ വലിയ പ്രശ്നമാണ്. തന്നെ ഒടുക്കുവാൻ, തന്നെ ഇല്ലാതെ ചെയ്യുവാൻ, അവൻ കണ്ട വെളിപ്പാടുകൾ നടക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഈ പറയുന്ന സഹോദരന്മാർക്ക്. അവർ ജോസഫിനെ നേരത്തെ തന്നെ ഇഷ്ടമുള്ളയാളല്ല. കാര്യം എന്നറിയാമോ? ആ 37-ാം അധ്യായത്തിൽ വായിച്ചറിയാം, ജ്യേഷ്ഠന്മാരുള്ളപ്പോഴും അപ്പൻ അവർക്കാർക്കും തയ്ച്ചു കൊടുക്കാത്ത ഒരു നിലയങ്കി, അല്ലെങ്കിൽ പിടലി മുതൽ താഴെ വരുത്തുന്ന ഒരു നിലയങ്കി അന്ന് പ്രഭുവിന്റെ ചിഹ്നമാണ്. മൂത്ത 10 പേരുണ്ട് സഹോദരന്മാർ, അവർക്കാർക്കും കൊടുക്കാത്ത ആ ഒരു പ്രത്യേക പദവിയിലേക്ക് അപ്പൻ ഈ 11ാമനെ കണ്ടു എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് തന്നെ വാശിയിരിക്കുന്ന കാലത്താണ് ജോസഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ തന്റെ സഹോദരന്മാരോട് ദൈവം കൊടുത്ത, ഒന്നുകൂടി ഞാൻ ആ വാക്കുപയോഗിക്കും, ദൈവം കൊടുത്ത, ദൈവത്തിന് പ്രാപിച്ച ആ ഒരു ശുശ്രൂഷ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഓർക്കണം, അന്ന് തുടങ്ങി അവനെതിരെ, അവനെ മുടിക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അപ്പൻ തന്റെ മൂത്ത മക്കൾ ആടിനെ മേയ്ക്കാൻ കൊണ്ട് പോയിരിക്കുകയാണ്. അവൻ ക്ഷേമവരം അറിഞ്ഞു വരുവാൻ വേണ്ടി അവന്റെ കയ്യിൽ ആഹാര പദാർത്ഥങ്ങൾ കൊടുത്തുവിട്ടിട്ട് ജോസഫ് അവിടേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ സഹോദരന്മാർ ദൂരെ വെച്ച് അവനെ കണ്ടു. ദാണ്ട് സ്വപ്നക്കാരൻ വരുന്നു. ഇന്നൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമാണെന്ന് കൃപാവരം തന്നെങ്കിൽ അതിനെതിരെ ഒരുത്തൻ കളിയാക്കിയാൽ, ദൈവമാണെന്ന് ശുശ്രൂഷ തന്നെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ആരെങ്കിലും ശ്രമം നടത്തിയാൽ അതിനെതിരെ പോരാടേണ്ടത് നിങ്ങളല്ല. മാനുഷികമായ പോരാട്ടമല്ല ഉണ്ടാകേണ്ടത്. നിങ്ങളെ ശുശ്രൂഷിക്കാൻ വിളിച്ച, നിങ്ങൾക്ക് ആ കൃപാവരം തന്ന വെളിപ്പാട് കാണുവാൻ കൃപ നൽകിയ ദൈവം, ദൂത് പറയുവാൻ നിങ്ങൾക്ക് നിയോഗം തന്ന ദൈവം, ശുശ്രൂഷിക്കുവാൻ നിയോഗം തന്ന ദൈവം, ഭാഷണാത്മക വിഭവം തന്ന ദൈവം, ആ ദൈവമാണ് അതിനെതിരെ പോരാടേണ്ടത്. അല്ല നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് ഞാൻ അവനെ ഇന്ന് ഒടുക്കിയിട്ടേ ഉള്ളൂ, അവന് എന്തെല്ലാം ദ്രോഹം ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സടകുടൽ എഴുന്നേറ്റ് അവന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നതല്ല ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറഞ്ഞു. ജോസഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഫലം കായ്ക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തെ പൊട്ടക്കെട്ടിലിട്ടു, അപ്പോഴും അദ്ദേഹത്തിന്റെ ഫലം പോയില്ല, തീർന്നില്ല. അദ്ദേഹത്തെ വിദ്യാലയ കച്ചവടക്കാർ വിളിച്ചു. അവൻ ആ ചൂടിൽ കൂടി നടക്കുമ്പോഴും അവന്റെ ഫലം നഷ്ടമായില്ല. പൊത്തിഫറിന്റെ ഭവനത്തിൽ അവൻ ഉയർന്നുയർന്ന് അവന്റെ പ്രധാന കാര്യസ്ഥനായി മാറി. അപ്പോഴും അവന്റെ ഫലം കുറഞ്ഞില്ല, തീർന്നില്ല. അവനെ കളിയാക്കി, അവൻ അറിയാത്ത, അവൻ ഒരിക്കലും ചെയ്യാത്ത ഒരു തെറ്റ് അവന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ ഏറ്റവും വലിയ മോശക്കാരനായി മാറ്റി, തടവറയിലേക്ക് അല്ലെങ്കിൽ പ്രിസണിലേക്ക് മാറ്റി. അവിടെ കിടക്കുമ്പോഴും തനിക്ക് ദൈവം നൽകിയ ആ ദൈവമായിട്ടുള്ള ബന്ധം, ആ നിയന്ത്രവുമായിട്ടുള്ള ബന്ധം അവൻ നഷ്ടമാക്കിയില്ല. അതുകൊണ്ട് അവിടെയും ഫലം പുറപ്പെടുവിക്കുകയാണ്. പൊത്തിഫറിന്റെ ഭവനത്തെ കുറിച്ച് വായിക്കുന്നത്, അവൻ നിമിത്തം പൊത്തിഫറിന്റെ ഭവനം
ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത്. ഞാൻ ഇന്ന് എന്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് പറയാം, നാം ലോകത്തിലെ നന്മകൾ അനുഭവിക്കുമ്പോൾ, ഹൈ പൊസിഷനിൽ നമ്മുടെ തലമുറകളാകുമ്പോൾ, നമ്മൾ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന് പലർക്കും ഓർഡറുകൾ കൊടുക്കുമ്പോൾ, കോടിക്കണക്കിന് ഡോളർ നമ്മുടെ വരുമാനമായി മാറുമ്പോൾ, ഈ സത്യമാർഗത്തിൽ നിന്ന് വഴി പോകുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ സ്വർണ്ണ ഭാഗങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നുവെന്ന് താൻ ലേഖനത്തിൽ കുറിക്കുന്നത് പോലെ നമ്മുടെ ചിന്തകൾ അറിയണം. നാം ഈ ഭൂമിയിൽ താൽക്കാലികവാസികളാണ്. എവിടെ ഒന്ന് വിഹംഗമനം ചെയ്യുന്ന ഒരവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന ഉറപ്പ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ജോസഫ് എന്ന് പറയുന്ന ആ മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ഫലപ്രദമായ വൃക്ഷമാണ്, നീറുവിനരികെ ഫലപ്രദമായ വൃക്ഷമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ കൊമ്പ് മതിലിന്മേൽ പടരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സഹോദരന്മാരും അതുപോലെ പൊത്തിപ്പേർന്ന ഭാര്യയും അങ്ങനെ പലരും ഫലപ്രദമായ വൃക്ഷത്തിന്റെ കൊമ്പുകൾ അറഞ്ഞു കളയുവാൻ, മുറിച്ചു കളയുവാൻ, ഇനി ഒരിക്കലും ഫലം കായ്ക്കാതിരിക്കുവാനുള്ള എന്തെല്ലാം വിദ്യകൾ അവിടെ കാണിച്ചെന്നറിയാമോ? സഹോദരന്മാര് കൂട്ടം കൂടി തനിക്കെതിരെ ചർച്ചകൾ നടത്തി. മാത്രമല്ല, അവനെ ഒടുക്കിക്കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാനുള്ള തന്ത്രങ്ങൾ മനിഞ്ഞു. അവനെ പൊട്ടകണ്ടിലിട്ടു. അവന്റെ ആ കൊമ്പുകൾ വെട്ടുന്ന ഒരു ഭാഗമാണ്. തീർന്നില്ല. മിഥ്യാനി കച്ചവടക്കാരുടെ കയ്യിൽ അദ്ദേഹത്തെ വിൽക്കുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ വിചാരിച്ചതെന്നറിയാമോ? ജോസഫിന് അപ്പന്റെ വീട്ടിന്റെ അകത്ത് ശീതളശായിയിൽ നിന്ന് കൊണ്ടുവന്ന വലിയ അവന് ഈ വേരൊന്നും കൊണ്ട് വലിയുമില്ല. ഞങ്ങളാണല്ലോ വേര് കൊണ്ട് ഈ ആടിനെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അവൻ ഇവരോട് പോയി അടിമയായിട്ട് പോയി അവനെ അവരെവിടെയെങ്കിലും കൊന്നുകളയും, അല്ലെങ്കിൽ അവൻ ഈ പണി ചെയ്യുവാൻ പ്രാപ്തനില്ലാത്തതുകൊണ്ട് അവൻ നശിച്ചു പോകും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ എത്രയോ രീതിയിൽ ഫലം കായ്ക്കുന്ന ജോസഫ് എന്ന് പറഞ്ഞ ആ വൃക്ഷത്തിന്റെ കൊമ്പുകൾ വെട്ടുവാൻ, അതിന്റെ തായ്ക്കടി വെട്ടുവാൻ, തായ്വേര് ഇളക്കിക്കളയുവാൻ എത്രയോ ശ്രമം നടത്തി. പക്ഷേ അത് ഇളക്കുവാൻ കഴിയാഞ്ഞത് കാരണം അവന്റെ ബന്ധം എന്ന് പറഞ്ഞ നീറവിന്റെ അരികിലാണ്. ഇന്നലെ ശബ്ദങ്ങൾ പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങൾക്കെതിരെ പോരാട്ടങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ മാനുഷികമോ ജാതീയമോ രാഷ്ട്രീയമോ മതപരമായോ ഏത് രീതിയിലും ഉണ്ടാകുമ്പോഴും അതിനെതിരെ പോരാടി നിങ്ങളെ ജയിപ്പിച്ച് നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപയെ നിങ്ങൾ ആസ്വദിക്കണമെന്ന് തിരിച്ചറിയണം. ഞാൻ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ജോസഫ് എന്ന് പറയുന്ന ആ വൃക്ഷം ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ കാണാതെ, അവന്റെ ഫലത്തെ ആരും കാണാതെ, ഒരിക്കലും അവന് ദൈവം നൽകിയ ഈ ഫലം പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ, ഒരിടത്തും പ്രദർശിപ്പിക്കുവാൻ കഴിയാതെ, അതിന്റെ ഗുണമാരും മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കത്തക്കവണ്ണം മതിലുയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജോസഫിന് ദൈവം ഉയർത്തും തോറും അവനെ ആരും കാണാതെ, ആ ജോസഫ് എന്ന വൃക്ഷത്തെയും ഫലം കായ്ക്കുന്ന ആ കൊമ്പുകളെയും ആരും കാണാതെ വണ്ണം മതിലിന് ഉയരം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നാം, പ്രാർത്ഥന കൂടിയ ദിവസമാണല്ലോ പ്രശ്നമുണ്ടായത്, ആരാധിച്ച് നന്നായിട്ട് ആരാധിച്ച ദിവസമാണല്ലോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായത്, ഉപവസിക്കുവാൻ തീരുമാനിച്ച് ഉപവസിച്ച് കഴിയുമ്പോഴാണല്ലോ പ്രതിസന്ധികൾ വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവേദനയിലെ പ്രതിസന്ധി ഇല്ലെന്നോ പ്രശ്നമില്ലെന്നോ എന്നൊന്നും ആരും വിചാരിക്കരുത്. യേശുവിനെ ശ്രദ്ധിക്കണം. യേശു 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അവന്റെ അടുക്കൽ വന്നു. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് കൂടുതൽ എടുക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകത്തില്ല. നിങ്ങൾ അറിയില്ലേ, നിങ്ങളെ എങ്ങനെയും വെളിയിൽ വരാതിരിക്കത്തക്കവണ്ണം, നിങ്ങളെ അവിടെ ഒടുക്കിക്കളയത്തക്കവണ്ണം, നിങ്ങളുടെ ആത്മീയ വീര്യത്തെ ഇതാ ഇല്ലായ്മയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകാം. അപ്പോൾ വിവിധ മതിലുകൾ, പല രീതിയിലുള്ള കളിയാക്കാകുന്ന മതിലുകൾ ഉണ്ടാകാം. അതുപോലെ പ്രതിസന്ധിയാകുന്ന ഒരുപക്ഷെ സ്തോത്രം നിങ്ങൾക്കെതിരെ അപമാനമായിരിക്കാം, നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനോട് വെല്ലുവിളിയായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന്, നിങ്ങളുടെ ആത്മീയ തലത്തിനെതിരെ, ഭൗതിക നന്മകൾക്കെതിരെ ഒക്കെയുള്ള വലിയ മതിലുകൾ ഉയർന്നു വന്ന നിങ്ങളെ ഒരിക്കലും വെളിയിൽ വരുവാൻ അനുവദിക്കാതിരിക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം യോസേഫിന്റെ ചരിത്രം വായിക്കണം. അവിടെയാണ് അപ്പൻ പ്രവചനത്തിലൂടെ പറയുകയാണ്, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒതുക്കുവാൻ, തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി ഒക്കെ വന്ന ആ വലിയ മതിലിന് മുകളിൽ പടരുന്നവനാണ്. ഇന്നും എന്റെ ശബ്ദങ്ങൾക്ക് പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഉപവസിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, ഇനി യോഗത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാനുള്ള ഒരു തന്ത്രമല്ല. നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധിയുടെ മുകളിലേക്ക് ഇതാ പടരുന്ന രീതിയിൽ, അതിനെ ഒതുക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് നിന്റെ കീഴിലാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും എന്ന ഉറപ്പ് നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് നമുക്കെതിരെ ചില മതിലുകൾ മാനുഷികമായോ
നമുക്കെതിരെയുള്ള ചില മതിലുകൾ ദൈവികമായോ ഉണ്ടാകുമ്പോൾ അതേതാണെന്നറിയണം. ദൈവികമായിട്ടുള്ള സംവിധാനത്തിൽ മതിലുകൾ നമുക്കെതിരെ ഉണ്ടായാൽ, ദൈവം നമുക്കെതിരെ മതിൽ കിട്ടിയാൽ അതിനെ പൊളിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതിന് ദൈവസൽക്കാലിൽ വീഴണം ദൈവത്തിന്റെ. മാത്രമല്ല, നമുക്കെതിരെ മാനുഷികമോ രാഷ്ട്രീയമോ മതപരമോ സാമൂഹികമോ ജാതികമായിട്ടുള്ള ഏതൊക്കെ മതിലുകൾ ഉയർന്നാലും അതിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണമുള്ള, അതിന്റെ മുകളിൽ പടരുവാനുള്ള ഒരു ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകരും എന്ന ഉറപ്പ് എന്റെ ശബ്ദങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ